പ്രിയ സഹോദരങ്ങളെ, വചനപ്രഭ വചനപ്രഘോഷണ പരമ്പരയിലെ 3-ാമത്തെ എപ്പിസോഡ് മനാസെ അഥവാ ക്രിസ്തീയ ക്ഷമ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ തിരുവചന സന്ദേശം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവതിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഇനിയും തികച്ചു വ്യത്യസ്തങ്ങളായ 17 തിരുവചന പ്രഘോഷണങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അവ അഭിഷേകത്തോടെ അവതരിപ്പിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതുവരെയുള്ള ഓരോരുത്തരുടെയും സഹകരണത്തിനും വിലയേറിയ പ്രാർത്ഥനയ്ക്കും ഞാൻ നന്ദി പറയുകയും തുടർന്നും അവ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വചനപ്രഭയുടെ പ്രകാശിതമായ 3 വചനപ്രഘോഷണങ്ങളും നൊമ്പരം, അഗാപ്പെ, മനാസെ ഇവ ശ്രവിച്ച നിങ്ങൾക്ക് അവ നന്മയ്ക്ക് കാരണമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഇത് പങ്കുവയ്ക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പുതുക്കിയ www.vajanaprabha.org എന്ന വെബ്സൈറ്റ് വഴി ലോകമെമ്പാടുമുള്ള അനേകർ അനുഗ്രഹവും ആശ്വാസവും കണ്ടെത്തുന്നു എന്നറിയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. അനേകരുടെ സമാധാനത്തിനും ആത്മരക്ഷയ്ക്കും ദൈവമഹത്തിനും അതിടയാകട്ടെ. എല്ലാത്തിനും ഹൃദയത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്ന നന്ദി സവിനയം പ്രകാശിപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട എല്ലാ മേലധികാരികളെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട്, ദൈവസമക്ഷം സകലരെയും സമർപ്പിച്ചുകൊണ്ട്, നല്ല ദൈവം ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോയിൽ നിങ്ങളുടെ സഹോദരൻ ജോസ് നടക്കൽ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലനായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അനുഗ്രഹിക്കപ്പെട്ട 3 വചനപ്രഘോഷണങ്ങൾക്ക് ശേഷം 4-മതായി നിങ്ങളെ കാത്തിരിക്കുന്നത് പറുദീസ അഥവാ ക്രിസ്തീയ കുടുംബജീവിതം എന്ന എപ്പിസോഡാണ്.